ഹലോ ഓൾ ദിവസി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടെമ്പിൾ വ്ളോഗിൻ്റെ ഡീറ്റെയിൽഡ് വ്ളോഗ് ഇടാന്നുള്ളത്. അപ്പം ഇതാണ് കേട്ടോ അത്. ഞങ്ങൾ രാവിലെ ഒരു 7-7:30 ആയപ്പോഴത്തേക്ക് പുറപ്പെട്ടു. ഞാനും ഹസ്ബൻഡും അച്ഛനും അമ്മയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് തിരുനാവായ അമ്പലത്തിലും കാടാമ്പുഴ അമ്പലത്തിലും പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പുറപ്പെട്ടു. പിന്നെ മാത്രമല്ല വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വഴിയിലൊക്കെ കുറച്ച് ട്രാഫിക് ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടത്തി തൊഴുത് തിരിച്ചു വരാൻ പറ്റി. അങ്ങനെ കാടാമ്പുഴ തിരുനാവായ എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട് കാലം ഞങ്ങൾ അവിടെ അടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പോക്കെന്ന് പറയുമ്പോൾ എപ്പോഴും സ്പെഷ്യലാണ്. അപ്പോൾ നമ്മളൊരു 10 ആയപ്പോഴത്തേക്ക് തിരുനാവായ എത്തി. ഇതാണ് തിരുനാവായ അമ്പലത്തിലേക്ക് പോകുന്ന എൻട്രൻസ് കേട്ടോ. 2 സൈഡിലും കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. എന്നാൽ ഒത്തിരി മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരു അമ്പലമാണ് നമ്മുടെ തിരുനാവായ. ഇതാ ഒരു എൻട്രൻസ് ഭാഗമാണ്. അപ്പം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങ് നടന്നു പോയി. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് 30 വ്യാഴമാണ്. അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ്. അത് വളരെ പ്രധാനമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ അതും ഒരു കോയിൻസിഡൻ്റായി നമ്മൾ അറിയാതെയാണ് പോയത്. പക്ഷേ അന്ന് ആ ഒരു നല്ല ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നന്നായി തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവും ചായ ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും അമ്പലത്തിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നും ഇല്ലെങ്കിലും ഒരു കറി ഇല്ലെങ്കിലും വളരെ സിമ്പിളായിരിക്കും. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നേരം കുറച്ച് 30 വ്യാഴം ആയതുകൊണ്ട് തന്നെ നാരായണീയ പാരായണമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അത് കേട്ടു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഹൈസ്കൂൾ വരെ 10ാം ക്ലാസ് വരെ ഇവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും ഈവൺ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സും അറിയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അച്ഛനവിടെ ആൾക്കാരോടൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കുറേ പേരെ കണ്ടു, സംസാരിച്ചു. ഈ അമ്പലത്തിലൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഡാൻസ് പഠിച്ചതൊക്കെ ഇതിൻ്റെ അടുത്താണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ കാടാമ്പുഴയ്ക്ക് പോയി. കാടാമ്പുഴ എന്ന് പറയുമ്പോൾ ഞാൻ ഹൈസ്കൂളിന് ശേഷം ഹയർ സെക്കൻഡറി ഒക്കെ പഠിച്ചത് ഇവിടെയാണ്. അപ്പം എന്നും വൈകിട്ട് കാടാമ്പുഴ അമ്പലത്തിൽ വരുമായിരുന്നു. ഇവിടെ പാത്രമായിട്ട് വന്നാൽ നമുക്ക് കടുംപായസം കൊണ്ടുപോവുകയും ചെയ്യാം, കുടിക്കുകയും ചെയ്യാം. ഞാനത് വാങ്ങിയിട്ട് സ്കൂളിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം. ഞാൻ ഒത്തിരി ഒന്നും വീഡിയോസൊന്നും എടുത്തില്ല, കാരണം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. പിന്നെ നമുക്ക് കുറച്ച് പുറം ഭാഗം മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ അമ്മാവൻ്റെയൊക്കെ വീട്. 2 അമ്മാവന്മാരുണ്ട്. അപ്പം എൻ്റെ ശരണേച്ചിയും മീനുട്ടിയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തേക്ക് തൊഴാനായിട്ടും വീട്ടിലേക്ക് പോകാനായിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. വഴിപാട് അപ്പമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ അപ്പം ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല നെയ്യൊക്കെ നല്ലോണം ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അപ്പമൊക്കെ ഷീറ്റാക്കി വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി. ഇത് ആ കയറി പോണ ഭാഗമാണ് കേട്ടോ. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. പണ്ടൊക്കെ ഞാൻ വരുമ്പോൾ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വരുമായിരുന്നു സൈഡിലൂടെ. ഇപ്പം നേരിട്ട് നടയിലേക്ക് പോകാനായിട്ട് സ്റ്റെപ്പ് തന്നെയാണ്, കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ്. മുകളിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. മൊത്തത്തിൽ കാണിക്കാമെന്ന് കരുതി. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. ഒത്തിരി മാറ്റങ്ങൾ ഇപ്പം പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്തൊരു ഡയാലിസിസ് സെൻറ്ററും വരുന്നുണ്ട് കാടാമ്പുഴ തന്നെ. അപ്പോൾ ഒത്തിരി പുരോഗമനമുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി, അമ്മാവന്മാരുടെ വീട്ടിലൊക്കെ പോയി. തിരിച്ചു പോകുമ്പോൾ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഒരു ഫ്രൂട്ട് സലാഡും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം.